ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:45. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു വലിയ അത്ഭുതം അവിടെ ശിഷ്യന്മാർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. വചനം എങ്ങനെയാണ്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണിത്. ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ മനസ്സ് തുറക്കുക. ഈ നിമിഷങ്ങളിൽ കർത്താവേ, എൻ്റെ ബുദ്ധിയെ, മനസ്സിനെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കുവാൻ കർത്താവേ, എന്നെ അവിടുന്ന് സ്പർശിക്കണമേ. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ അത് തിരിച്ചറിയുവാൻ, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളെയും ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ പ്രകാശിപ്പിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരുകരങ്ങളെയും ഉയർത്തി ജീവിക്കുന്നവനായ കർത്താവ്, കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടു, നമ്മുടെ ദൈവം യേശു ജീവിക്കുന്ന കർത്താവാണ്. അവിടുന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും യേശുവിന് അത് നിസ്സാരമായ പ്രശ്നങ്ങളാണ്. കാരണം യേശു ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പ്രകാശത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളെയും ഉയർത്തി നമുക്ക് കൂടെ കർത്താവിനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ പറയുമേ സുസ്തി. അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർശന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. 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 കൃത്യ പറയാം. Hallelujah. 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 യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അനേക രാജ്യങ്ങൾ ഉള്ളതിൽ ഒരു രാജ്യത്തിൻ്റെ പേരാണ് റുവാണ്ട. നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥ വളരെ ശക്തമാണ്, കാസ്റ്റ് സിസ്റ്റം. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഗോത്ര വ്യവസ്ഥയാണ് വളരെ ശക്തമായിട്ടുള്ളത്. ഈ റുവാണ്ട എന്ന സ്ഥലത്ത് രണ്ട് പ്രബലമായ ഗോത്രങ്ങളാണുള്ളത്. ഒരു ഗോത്രത്തിൻ്റെ പേര് ഹുത്തു, രണ്ടാമത്തെ ഗോത്രത്തിൻ്റെ പേര് ടുട്സി. ഈ ഗോത്രങ്ങൾ തമ്മിൽ ഭയങ്കരമായ ശത്രുതയാണ്, മത്സരമാണ്. പകമൂത്ത് പലപ്പോഴും ഇത് വലിയ കലാപത്തിലേക്ക് പോകാറുണ്ട്. അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിലേക്ക്, കൂട്ടക്കുരുതിയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടക്കുരുതി അവിടെ നടന്നു, കൂട്ടക്കൊലപാതകം നടന്നു. 1994 സംഭവിക്കുന്നത്. ഈ ഹുത്തു ഗോത്രവിഭാഗക്കാരെ അവിടുത്തെ ഭൂരിപക്ഷമാണ്. അവർ ടുട്സി എന്ന ആ വിഭാഗക്കാരെ അവരോട് വലിയ ഒരു പ്രതികാരം ചെയ്യുകയാണ്. അവരെ കൂട്ടമായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയൽപക്കത്തുള്ള ടുട്സിക്കാർ, അവർ സുഹൃത്തുക്കളാണെങ്കിലും അവർ അയൽപക്കക്കാരാണെങ്കിലും ഇവർ നോക്കിയില്ല. കണ്ണുമടച്ച് ഈ ഗോത്രത്തിലുള്ള ആളുകളാണെങ്കിൽ അവരെ കൊല്ലുവാനായിട്ട് ആരംഭിച്ചു. ഈ കൂട്ടക്കല ഏകദേശം 100 ദിവസങ്ങൾ നീണ്ടു നിന്നു. ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. ഈ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ഒരു മിഷണറി കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബനാഥൻ്റെ പേര് സൈപ്രിയൻ.
ഭാര്യയുടെ പേര് ഡാഫ്രോസ്. ഇവർ ചെയ്ത ഒരു കുറ്റമേ ഉള്ളൂ. ഇവർ പറഞ്ഞു ഈ കൊലപാതകം വലിയൊരു തെറ്റാണ്, വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നത് പാപമാണ്, പ്രതികാരം ചെയ്യുന്നത് പാപമാണ്, കൊലപാതകം ഏറ്റവും വലിയ പാപമാണ്, നിങ്ങളതൊരിക്കലും ചെയ്യരുത്. നമുക്ക് ഒരു ഗോത്രം മാത്രമേ ഉള്ളൂ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ഗോത്രം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് ദമ്പതികൾ തലേ രാത്രി അവർ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോയതായിരുന്നു. രാവിലെ അവർ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് 10 മക്കളുണ്ട്. ഈ 10 മക്കളിൽ 6 പേരെയും ഈ രണ്ട് ദമ്പതികളെയും ഈ ഗോത്രവർഗ്ഗക്കാർ, ഹുത്തു ഗോത്രവർഗ്ഗക്കാർ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷികളായ ഒരു കുടുംബമാണ് സൈപ്രിയൻ്റെയും ഡാഫ്രോസിൻ്റെയും കുടുംബം. ഇന്ന് സഭ അവരെ നാമകരണം ചെയ്യുവാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സൈപ്രിയൻ ഇപ്പോൾ ഒരു രക്തസാക്ഷിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം അത്ര നല്ലതല്ല. അദ്ദേഹം ഡാഫ്രോസിനെ വിവാഹം കഴിക്കുമ്പോൾ തികച്ചും നിരീശ്വരവാദിയായൊരു വ്യക്തിയായിരുന്നു. ധാർമ്മികമായ യാതൊരു ചിന്തയുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു സൈപ്രിയൻ. അങ്ങനെ ആ ബന്ധത്തിൽ ഒരു കുട്ടിയടക്കമുണ്ട്. പക്ഷേ ഡാഫ്രോസ് ദൈവഭക്തയായിരുന്നു. ആഴമായ ദൈവവിശ്വാസമുള്ള സ്ത്രീയായിരുന്നു ഡാഫ്രോസ്. അതുകൊണ്ട് അവൾ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സൈപ്രിയനെ ഈ അവസ്ഥയിൽ സ്നേഹിച്ചു. 2, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 3, അവൾ കാത്തിരുന്ന് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത് വരെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മടുപ്പാകും. 1 വർഷം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മടുപ്പാകും. ഈ സഹോദരി നീണ്ട 17 വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 1982 ഇദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള ഒരു മാനസാന്തര അനുഭവം, ദൈവ അനുഭവം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കാര്യം പറഞ്ഞത് ഈ സൈപ്രിയൻ്റെയും ഡാഫ്രോസിൻ്റെയും കാര്യം നിങ്ങളോട് പറഞ്ഞത്, പ്രത്യേകിച്ച് സൈപ്രിയൻ്റെ മാനസാന്തരത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഈ സംഭവം നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. മോനിക്കായുടെ ചരിത്രം നമ്മൾ അറിയാം. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെടുത്തിയ ഒരു സ്ത്രീ. എന്നാൽ ഈ കാലഘട്ടത്തിൽ തൻ്റെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തിയ ഒരു ധീര വനിതയുടെ പേരാണ്, ആ സംഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. മിക്കവാറും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് പരാതിയുണ്ട്. കാരണം എന്താ? ഭർത്താവ് ദുർനടപ്പുകാരനാണ്, ഭർത്താവിന് മദ്യപാനമുണ്ട്, അലസതയുണ്ട്, ചീട്ടുകളിയുണ്ട്, പണം ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നില്ല. ഇങ്ങനെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് പല പരാതിയുണ്ട്. ഇവര് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഭർത്താവിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ മാനസാന്തരം ഉണ്ടാകുന്നില്ല. എന്താണ് കാരണം? മാനസാന്തരം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണ്? ഉള്ളിൽ സ്നേഹമില്ലാതെ, ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ഇയാളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എൻ്റെ ജീവിതം തകർന്നത് എന്ന രീതിയിൽ ഈ ഭർത്താവിനെ സ്നേഹിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭർത്താവ് മാനസാന്തരപ്പെടണമെങ്കിൽ ഒരു ജീവിത പങ്കാളി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഭർത്താവിനെ
ആ അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന് ഒരിക്കലും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ തിരുവചന പ്രകാരം പറയുന്നുണ്ട്, പത്രോസ് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: വചനമനുസരിക്കാതെ ദുർമാർഗിയായി ജീവിക്കുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ ആ ഭർത്താവിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഭാര്യയ്ക്ക് സാധിക്കും. ആർക്ക് സാധിക്കും? ഭാര്യയ്ക്ക് സാധിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അവളുടെ നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, കളങ്കമില്ലാതെ, മനസ്സിൽ വെറുപ്പില്ലാതെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. 2, ആ അവസ്ഥയിൽ ഭർത്താവിനെ ആദരിച്ച് പ്രാർത്ഥിക്കണം. ആദരപൂർവകമായ പെരുമാറ്റം കൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഭാര്യമാർ ചെയ്യുന്നൊരു കാര്യം, ഭർത്താവിൻ്റെ കുറ്റം മക്കളുടെ മുമ്പിൽ പറയും. ഇങ്ങനെയാണ്, അപ്പനെങ്ങനെയാണ്, തോന്നിയവാസം നടക്കുന്നുകൊണ്ടാണ് നമ്മുടെ കുടുംബം പുരോഗമിക്കാത്തത്. ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി, അപ്പനെ താഴ്ത്തിക്കെട്ടി മക്കളുടെ മുമ്പിൽ ഭാര്യ പറയും. അതേസമയം തന്നെ പള്ളിയിൽ പോയി കൈ വിരിച്ചു പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? ആ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കുകയില്ല എന്നാണ് തിരുവചനത്തിലൂടെ പത്രോസ്ലീഹ പറയുന്നത്. ആ ഭർത്താവിനെ സ്നേഹിക്കണം, നിഷ്കളങ്കമായി സ്നേഹിക്കണം, വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കണം. അതേപോലെ തന്നെ ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുടുംബജീവിതമാണ് അടിസ്ഥാനപരമായ ദൈവവിളി. അടിസ്ഥാനപരമായ ദൈവവിളി കുടുംബജീവിതമാണ്. പൗരോഹിത്യത്തിലേക്കുള്ള വിളിയൊക്കെ പിന്നീടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. ലേവ്യരുടെ ഗോത്രത്തിൽ നിന്ന് അഹറോനെയും അഹറോൻ്റെ മക്കളെയും ദൈവം പുരോഹിതന്മാരായി വിളിക്കുന്നതും മാറ്റി നിർത്തുന്നതും അഭിഷേകം ചെയ്യുന്നതും പിന്നീടാണ്. എന്നാൽ ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടായിരിക്കണം കുടുംബജീവിതം നയിക്കുന്നവർക്ക്. എനിക്ക് അച്ഛനാകാൻ പറ്റിയില്ലല്ലോ, സിസ്റ്ററാകാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. എന്താണ് കാരണം? നല്ല കുടുംബമുണ്ടെങ്കിലേ നല്ല വൈദികരുണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നല്ല കുടുംബമുണ്ടെങ്കിലേ നല്ല സിസ്റ്റേഴ്സ് ഉണ്ടാവുകയുള്ളൂ, നല്ല മെത്രാൻ ഉണ്ടാവുകയുള്ളൂ, നല്ല മാർപ്പാപ്പ ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു മാർപ്പാപ്പയെ കുറിച്ച് പ്രകാരം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കോൺസെക്രേഷന് ശേഷം, അഭിഷേകത്തിന് ശേഷം അമ്മയുടെ അടുത്ത് വന്ന് വളരെ സ്നേഹത്തോടെ തൻ്റെ മുദ്രമോതിരം കാണിച്ചു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ വിവാഹമോതിരം മാർപ്പാപ്പയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഈ മുദ്രമോതിരം അണിയുവാൻ നിനക്ക് സാധിച്ചത് ഞാൻ ആദ്യമായി ഈ വിവാഹമോതിരം അണിഞ്ഞത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ടി വിയിൽ, ശലോം ടി വിയിൽ ദൈവവിളി എന്നൊരു പ്രോഗ്രാമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈദികരും ബിഷപ്പുമാരും അവരുടെ ദൈവവിളിയെക്കുറിച്ച് പറയുന്ന, വെളിപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ എല്ലാ വൈദികരും എല്ലാ ബിഷപ്പുമാരും ഒക്കെ ഏകകണ്ഠേന പറയുന്ന, ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? ഞങ്ങളുടെ ദൈവവിളിയുടെ കാരണം ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങൾക്ക് അച്ഛനാകുവാൻ ഒരു പ്രേരണ കിട്ടിയത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ്, വീട്ടിലെ കുടുംബ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പൻ്റെയും അമ്മയുടെയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആ പ്രവൃത്തി കണ്ടാണ്, അവരുടെ ഭക്തി കണ്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയിൽ ഭക്തിയിലേക്ക് കടന്നു വരണം, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന ഒരു ചിന്തയുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല വൈദികര്, സന്യസ്തരുണ്ടാകുന്നത്. എന്നാൽ കുടുംബങ്ങൾ തകർന്നാൽ സഭ തകരും, വൈദികരുണ്ടാവുകയില്ല. ശത്രു ഇത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പാശ്ചാത്യ നാടുകളിൽ സംഭവിക്കുന്നത്. എന്താണ്? അവിടെ
കുടുംബങ്ങൾ തകർന്നിരിക്കുകയാണ്. വിവാഹമോചനങ്ങൾ, ഡിവോഴ്സസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു, ദൈവവിളി ഉണ്ടാകുന്നില്ല, അച്ഛന്മാരില്ല, പള്ളികൾ പൂട്ടുന്നു, സഭ തകരുന്നു. അപ്പോൾ കുടുംബം തകരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സഭ തകരുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ വയ്ക്കുന്നത്. കുടുംബമാണ് സഭയുടെ അടിസ്ഥാനം, കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് കുടുംബത്തെ പ്രത്യേകമായ രീതിയിൽ പരിപാലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട്. കർത്താവ് ദൈവം ഇങ്ങനെ ഒരു സംഭാഷണമൊക്കെ നടത്തിയിട്ടാണ് കുടുംബം സ്ഥാപിക്കുന്നത്. വെറുതെ അങ്ങ് സ്ഥാപിക്കുകയല്ല, വെറുതെ ഹവായ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. ദൈവം പറയുന്നൊരു വാക്കിതാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവം പറയുന്നത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ദൈവം ആദത്തിന് ജീവിത പങ്കാളിയെ നൽകിയത് അവൻ്റെ ഏകാന്തതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷം ഇതെല്ലാം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു പങ്കാളിയെ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്ന പങ്കാളി, ജീവിത പങ്കാളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, ദുഃഖങ്ങളും, ഭാരങ്ങളും, കടബാധ്യതകൾ, ഇടപാടുകൾ ഇതൊക്കെ ഭാര്യയോട് പങ്കുവെക്കണം. ചില ഭർത്താക്കന്മാർ പറയും, നല്ല കാര്യം പറയും, പക്ഷേ വലിയ പ്രശ്നമുള്ള കാര്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? അത് പങ്കുവെക്കുകയില്ല. എന്താ പറയുന്നത്? അവരെന്താ പറയുന്നത്? ന്യായം എന്താണ്? പങ്കുവെക്കാത്തതിന് ന്യായം എന്താണ്? അത് ഞാൻ മാത്രം അറിഞ്ഞ് വേദനിച്ചാൽ മതി. ഓ, ഭാര്യയെ ഞാൻ വേദനിപ്പിക്കണ്ട, അവള് ഇതറിഞ്ഞിട്ട് വിഷമിക്കണ്ട എന്നാണ് ഭർത്താവ് വിചാരിക്കുന്നത്. പക്ഷേ ദൈവം ഇത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരാളെ പങ്കാളിയായിട്ട് നൽകുന്നത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കാലത്ത് ഈ പങ്കുവെക്കുന്നതിന് സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം കാർഷിക സംസ്കാരമാണ് പണ്ട് കാലത്ത്, അല്ലേ? അപ്പോൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ്. ചേട്ടൻ രാവിലെ ഒരു കട്ടൻ ചായയും കുടിച്ച് പണിക്കാരോടൊത്ത് പറമ്പിലേക്ക് ഇറങ്ങും. ചേട്ടത്തി വീട്ടിൽ അടുക്കള പണിയൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അവരും പറമ്പിലേക്ക് ഇറങ്ങും, ഒരുമിച്ച് അധ്വാനിക്കും. തിരിച്ച് ഉച്ചയാകുമ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരും. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കുരിശൂരയൊക്കെ കഴിഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മനസ്സിലെ ചെറുപ്പകാലത്തുള്ള ഏറ്റവും ഹൃദയഹാരിയായ ഒരു ഓർമ്മ ഉണ്ട്. അത് എൻ്റെ ഇച്ചായനും അമ്മയും അവർ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് കാര്യങ്ങളിങ്ങനെ തുറന്ന് സംസാരിച്ചിരുന്ന ആ ഓർമ്മകളാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യവും അവർ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ ഓവർ ഹിയർ ചെയ്തിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഈവൻ അവർ മരണത്തെക്കുറിച്ചും, ആരാണ് ആദ്യം മരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അവർ തുറന്ന് സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തുറന്നുള്ള സംസാരമാണ് നമ്മുടെ കുടുംബജീവിതത്തിന് ശക്തി നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഷെയർ ചെയ്യുമ്പോൾ എന്ത് ഗുണം കിട്ടുന്നുണ്ട്? എൻ്റെ ഭാരം പകുതിയാകുന്നു. എനിക്ക് 10 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 5 കിലോയേ ഉള്ളൂ. അപ്പോൾ ഭാരം കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ഭർത്താക്കന്മാർക്ക് ഷെയർ ചെയ്യുവാൻ പറ്റുന്നില്ല. അവരിങ്ങനെ ഒരു പ്രഷർ കുക്കർ പോലെ ഇതങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ചീറ്റി പുറത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു ഗുണം എന്താണ്? ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കാറുണ്ട്, അല്ലേ? ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിക്കാറുണ്ട്. മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ തിന്നുകയല്ല ചെയ്യുന്നത്, അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്. ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് ജീവിതത്തിലെ, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഹൃദയം തുറന്ന് ഷെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്
അവർ തമ്മിലുള്ള ആ സ്നേഹം, നിർമ്മലമായ സ്നേഹം ഓരോ ദിവസവും വർദ്ധിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി. കാർഷിക സംസ്കാരമല്ല. ഇന്ന് ഭർത്താവിനും ഭാര്യയ്ക്കും ജോലിയുണ്ട്. ഭർത്താവ് എല്ലാം ടൈം ബൗണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് കൃത്യമായി എല്ലാം ഭക്ഷണം പാകം ചെയ്ത് സമയത്ത് പോകണം. 8 മണിക്ക് പോകണം. ഒരാൾ അങ്ങോട്ട് പോയി, ആ വഴിക്ക് പോയി, ഒരാൾ ഈ വഴിക്ക് പോയി. രാത്രിയാണ് അവർ തിരിച്ചു വരുന്നത്. രാത്രി വന്നാൽ തന്നെ വീട്ടിൽ പരസ്പരം കാണുവാനും വർത്തമാനം പറയുവാനും അവർക്ക് സമയമില്ല. ചിലപ്പോൾ ഓഫീസിലെ വർക്ക് തീർക്കാനുണ്ടാകും, ഹോംവർക്ക് ഉണ്ടാകും, കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കും ഭർത്താവ് ഇരിക്കുന്നത്. അവർക്ക് പരസ്പരം സംസാരിക്കുവാനായിട്ട് ഇന്ന് സമയമില്ല. അതേപോലെ തന്നെ ഷിഫ്റ്റാണ്. ചിലപ്പോൾ ഈ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ എന്താണ്, രാത്രിയിൽ ഭാര്യയ്ക്ക് ഡ്യൂട്ടി രാത്രിയിലാണ്, ഭർത്താവിന് ഡ്യൂട്ടി പകലാണ്. ഒരാഴ്ച അങ്ങനെയാണെങ്കിൽ ഇവരെ പരസ്പരം കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ആധുനിക സമൂഹത്തിലെ. കുടുംബങ്ങൾ തകരുവാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്. പങ്കുവെക്കുവാനുള്ള സമയമില്ല, പങ്കുവെക്കുവാനുള്ള സാഹചര്യമില്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മൾ ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കും, അയാളോടൊന്ന് സംസാരിക്കും, പരിചയപ്പെടും. പക്ഷേ ഇപ്പോഴെന്താ നമ്മൾ കാണുന്നത്? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും കുഞ്ഞിരിക്കുകയാണ്, മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ആർക്കും അടുത്തുള്ള ആളെ കാണുവാനായിട്ട് സമയമില്ല. വെർച്വൽ ഫ്രണ്ട്, അമേരിക്കയിലുള്ള, ലണ്ടനിലുള്ള, ഓസ്ട്രേലിയയിലുള്ള സുഹൃത്തുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ്. തൊട്ടടുത്തിരിക്കുന്ന ആളെ കാണുവാനായിട്ട് നമുക്ക് ഇന്ന് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വളരെ ഒരു വലിയ പ്രശ്നമാണ്, കുടുംബത്തെ തകർക്കുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഒരു ബിഷപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ ശാലോൺ TV-യിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. പാപ്പുവ ന്യൂ ഗിനിയിലുള്ള ബിഷപ്പ് കുര്യൻ വയലിങ്കൽ. ഇപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഈജിപ്തിൽ ഒരു ദിവസം അദ്ദേഹം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ടേബിളിൽ ഒരു കുടുംബം വന്നിരുന്നു. അപ്പൻ, അമ്മ, 2 മക്കൾ. ഏകദേശം അരമണിക്കൂർ ഇവർ ഈ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്തു. എന്നാൽ ഇവർ തമ്മിൽ ഒരു വാക്ക് പോലും പരസ്പരം പറഞ്ഞില്ല. അപ്പനും അമ്മയും മക്കളുമാണ് ഇരിക്കുന്നത്, പക്ഷേ പരസ്പരം ഇവരൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഇവർ 4 പേര് മൊബൈലെടുത്ത് മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തകരുവാനായിട്ടുള്ള വലിയ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ചിരിക്കുവാൻ. മാതാപിതാക്കള്, മക്കള് ഒരുമിച്ചിരുന്നു കൊണ്ട് ഹൃദയ ഭാരങ്ങള് ഹൃദയപൂർവ്വം തുറന്ന്, സന്തോഷവും സങ്കടങ്ങളും ഒക്കെ തുറന്ന് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശബ്ദത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 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 ഇത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് അപ്പൻ്റെയും അമ്മയുടെയും പ്രശ്നമാണെന്ന്. മക്കളുടെ ജീവിതത്തിലുമുണ്ട് ഈ പ്രശ്നം. അപ്പനും അമ്മയും സംസാരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? മക്കൾക്ക് അപ്പനോടും അമ്മയോടും സംസാരിക്കുവാനുള്ള സമയമില്ല. നടന്ന ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. കേരളത്തിലെ പ്രമുഖ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പച്ചമരത്തിന് ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ മക്കളെ നല്ല പ്രാർത്ഥനയിലും വിശുദ്ധിയിലുമാണ് വളർത്തിയത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ സംഭവം ഇതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഈ വീട്ടിൽ പിള്ളേരുടെ ഒരു സ്വഭാവം അതാണല്ലോ, മുറിയിൽ അടച്ച് അവർ ഇങ്ങനെ മൊബൈലിൽ പാട്ട് കേൾക്കുകയാണ്. മൊബൈൽ ഓൺ ചെയ്ത് പാട്ട് കേൾക്കുക. അപ്പോൾ 2 ചെവിയിൽ ഇത് കുത്തി തിരികെ അവൻ്റെ ഉറക്കെ പാട്ട് ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഉച്ച സമയമായി, ഊണ് കഴിക്കുവാൻ സമയമായി. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഇവൻ്റെ മുറിയുടെ അടുത്ത് പോയി വിളിച്ചു, മോനെ ചോറ് റെഡിയാണ്, നീ ചോറുണ്ണാൻ വാ. അവൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. വാതിക്കെ മുട്ടി, എന്നിട്ടും കേൾക്കുന്നില്ല.
അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഇവനെ വിളിക്കുവാൻ എന്താ വഴി? ഇപ്പം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നല്ല ഒരു മാർഗമുണ്ട്. എന്താണത്? എന്താണ് നല്ല ഒരു മാർഗം? വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. അതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഭർത്താവ് ഫോൺ എടുത്തിട്ട്, മോനെ ചോറ് റെഡിയായി, ഉടൻ വന്ന് കഴിക്കുക. മെസ്സേജ് അവിടെ എത്തി. ഈ മുറിയിൽ നിന്നാണ് ആ മുറിയിലേക്ക് മെസ്സേജ് എത്തി. അവൻ ഉടനെ ചാടി എഴുന്നേറ്റു, വാതിൽ തുറന്നു, ഭക്ഷണം കഴിക്കുവാൻ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ യുവാക്കളുടെ അവസ്ഥ. ഇത് വലിയൊരു പ്രശ്നമായതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് മാർപ്പാപ്പ എഴുതിയ, മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകമാണ്. ഇതിൻ്റെ തലക്കെട്ട് ഗോഡ് ഈസ് യങ് എന്നുള്ളതാണ്. ഗോഡ് ഈസ് യങ്. മാർപ്പാപ്പയുമായി നടത്തിയ ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇത് നിങ്ങൾ വായിച്ച് കേൾക്കുന്ന ഒരു സെൻറ്റൻസ് മാത്രം ഞാൻ വായിക്കാം. ഇംഗ്ലീഷാണ്. ടുഡേയ്സ് യങ് പീപ്പിൾ ആർ ഗ്രോയിങ് അപ്പ് ഇൻ ആൻ അപ്രൂട്ടഡ് സൊസൈറ്റി. ഇന്നത്തെ യുവജനങ്ങൾ വേരില്ലാതെ വളരുന്നു. അവർക്ക് വേര് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ യുവജനങ്ങളുടെ പ്രശ്നം. എന്താണ് അവരുടെ വേര്? അവരുടെ കുടുംബമാകുന്ന ആ വേര് നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബവുമായി ബന്ധമില്ല, അപ്പനും അമ്മയുമായിട്ട് ബന്ധമില്ല. വേര് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആ ചെടി ഉണങ്ങിപ്പോകും. ഇന്ന് യുവാക്കൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. നമ്മുടെ യുവാക്കൾ നാശത്തിൻ്റെ വഴിയിലാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിനകത്ത് ഒരു കാരണം കൂടെ പറയുന്നുണ്ട്. അവര് കുടുംബത്തിൻ്റെ ചരിത്രം അറിയാതെയാണ് വളരുന്നത്. ദേ ഗ്രോ അപ്പ് വിത്തൗട്ട് നോയിങ് ദ ഹിസ്റ്ററി ഓഫ് ദ ഫാമിലി. മാതാപിതാക്കളുടെ വേദനയെക്കുറിച്ച് മക്കൾക്ക് അറിഞ്ഞുകൂടാ. അവരുടെ സാമ്പത്തിക ഭാരങ്ങൾ അറിയുന്നില്ല. അവരെ ഹോസ്റ്റലിൽ നിന്ന് ഫോൺ വിളിക്കും, അമ്മേ എനിക്ക് ഫീസ് അടയ്ക്കണം, 10,000 രൂപ വേണം. അപ്പനോ അമ്മയ്ക്കും വിഷമമുണ്ടോ, അതിന് പൈസയുണ്ടോ എന്നും മക്കൾ അറിയുന്നില്ല. അവർ ഫോൺ വിളിച്ച് പറയും. അപ്പൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ATM ഇട്ട് കൊടുക്കും. എളുപ്പമുണ്ടല്ലോ. അവനതെടുത്ത് അവൻ ഇഷ്ടം പോലെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ കാര്യം കുടുംബങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം കുടുംബത്തെ രൂപീകരിച്ചത് ഏകാന്തത ഇല്ലാതാക്കാനാണ് എങ്കിൽ ഇന്ന് ആധുനിക കുടുംബങ്ങളിൽ നടക്കുന്നത് ഏകാന്തതയുടെ വർധനവാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒറിജിൻ, ആ റൂട്ട്സ്, അതിലേക്ക് പോയിക്കൊണ്ട് ഏകാന്തത ഇല്ലാതാക്കിക്കൊണ്ട് പരസ്പരം പങ്കുവെക്കുന്ന കുടുംബങ്ങളായി അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും പങ്കുവെക്കുക, മക്കൾ പങ്കുവെക്കുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളൊരു കുടുംബമായി മാറിയില്ല എങ്കിൽ നമ്മുടെ കുടുംബം പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതുപോലെ തകർച്ചയുടെ വഴിയിലാണ് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതിൻ്റെ 2ാം ഭാഗത്ത് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എങ്ങനെയുള്ള ഇണയാണ്? ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ഒരു ഡയലോഗ് ഇതാണ്: അവന് ആദത്തിന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണത്? സന്തോഷമാണ്. സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം ഉണ്ടാകണമെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് സംതൃപ്തി വേണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. സംതൃപ്തിയിൽ നിന്നാണ് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭാര്യ എനിക്ക് ഏറ്റവും ചേർന്നവളാണ് എന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം. കാരണം ദൈവം തന്നതാണ്. ഞാൻ നോക്കുമ്പോൾ അവൾക്ക് സൗന്ദര്യം അത്ര ഉണ്ടാവുകയില്ല, വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല, ജോലി അത്ര നല്ലതായിരിക്കുകയില്ല, പല കുറവുകളും എൻ്റെ നോട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. എനിക്ക് ചേർന്നവളാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന് ഞാൻ അടിയുറച്ച് കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് അവളോടൊത്ത് സംതൃപ്തിയോടെ ജീവിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജീവിക്കാൻ പറ്റും?
അങ്ങനെ സംതൃപ്തിയോടെ ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് സന്തോഷമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില ഭർത്താക്കന്മാര്, ചില ഭാര്യമാര് എന്ത് ചെയ്യുന്നു? അസംതൃപ്തരാണ്. ഭാര്യയെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് എന്ത് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ കാറിനൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, കാറിനും മോട്ടോർ സൈക്കിളിനും ഒക്കെ എക്സ്ചേഞ്ച് ഉണ്ട്. 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാം? പഴയത് മാറ്റി പുതിയതെടുക്കാം. അതേപോലെ ഒരു എക്സ്ചേഞ്ച് മേള ഉണ്ടായിരുന്നെങ്കിൽ, ചിലങ്ങനെ പറയുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, തമാശായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സംതൃപ്തി ജീവിത പങ്കാളിയെക്കുറിച്ച് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റുന്ന ഈ കാര്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ അവരുടെ ജീവിത പങ്കാളിയെ ഹൃദയപൂർവ്വം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ചേർന്ന ജീവിത പങ്കാളിയെ അവിടുന്ന് നൽകി എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ നിഷ്കളങ്കമായി സ്നേഹിക്കുവാൻ, സ്വീകരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വലിയൊരു സംതൃപ്തിയുടെ മനോഭാവം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. സംതൃപ്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ജീവിത പങ്കാളിയോടൊത്ത് വാർദ്ധക്യം വരെ ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹമുണ്ടാകുന്നു. തോബിയാസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: എനിക്ക് ഇവളോടൊത്ത് എൻ്റെ വാർദ്ധക്യം വരെ ജീവിക്കണം, കാരണം എനിക്ക് ഇവൾ ഏറ്റവും ചേർന്ന ഇണയാണ്. അങ്ങനെയാണ് തോബിയാസ് കണ്ടത്. കർത്താവേ, ആ മനോഭാവം എനിക്ക് നൽകണമേ. എൻ്റെ മനസ്സിലുള്ള സകല പരാതിയും പിറുപിറുപ്പും എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവെ, അവിടെ നൽകുന്ന ജീവിത പങ്കാളിയെ, നൽകിയ പങ്കാളിയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. കരങ്ങളടിച്ച് ഗാനമാലപിച്ച് കർത്താവിനെ ആരാധിക്കാം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവു നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കരങ്ങളടിച്ച സന്തോഷത്തോടെ കർത്താവിൻ്റെ കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നതായിട്ട് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് സന്തോഷത്തിൻ്റെ ചലനങ്ങൾ, തരംഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ രാത്രിയിൽ ദൈവം അയക്കുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവിൻ നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവിൻ നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. കൂട്ടായി പ്രവർത്തിച്ചു കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം,
കർത്താവിൻ നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ദുഃഖങ്ങൾ വന്നാൽ പങ്കുവെച്ചോതി ആശ്വാസം വരുവോളം സ്തുതികൾ പാടും. ദുഃഖങ്ങൾ വന്നാൽ പങ്കുവെച്ചോതി ആശ്വാസം വരുവോളം സ്തുതികൾ പാടും. കൂട്ടായി നിശ്ചയിച്ചു കൂട്ടായി പ്രവർത്തിച്ചു നന്നാൽ ഫലം കൊയ്തു. കൂട്ടായി നിശ്ചയിച്ചു കൂട്ടായി പ്രവർത്തിച്ചു നന്നായി ഫലം കൊയ്തു. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവിൻ നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവിൻ നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. നമുക്ക് ഇരു കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടെ സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശാന്തമായിരിക്കാം. ഈ പാട്ട് വളരെ മനോഹരമായിരുന്നു. നമ്മൾ പറഞ്ഞ ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഒരു തെറ്റുണ്ട് അതിനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പാട്ടിലൊരു പെശകുണ്ട്. എന്താ? പിണക്കമില്ല എന്നുള്ളത്. അത് സംഭവിക്കുകയല്ല. പിണക്കമില്ലാത്ത കുടുംബങ്ങളുണ്ടോ? ഉണ്ടോ? ഭാര്യയോട് പിണങ്ങാത്ത ഭർത്താക്കന്മാർ ഇവിടെയുണ്ടോ? ഉണ്ടോ? ഇല്ലില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പറയുന്നുണ്ട്, വാശിയില്ല. വാശിയില്ലാത്തത് കൊണ്ട് പിണക്കം വന്നാലും ക്ഷമിക്കുവാൻ എളുപ്പമാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വിട്ടുപോയതോടെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, കോപിക്കാം, പിണങ്ങാം, പക്ഷേ നിങ്ങളുടെ കോപം സൂര്യാസ്തമയം വരെ നീണ്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യാഭർത്താക്കന്മാരിൽ നിന്ന് പിണങ്ങും. കാരണം രണ്ട് സ്വഭാവ രീതികളുള്ളവരാണ്, രണ്ട് പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ട് പിണക്കം സ്വാഭാവികമാണ് കുടുംബങ്ങളിൽ. പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ കിടക്കുവാൻ പോകുമ്പോൾ ഒരു മനസ്സായി കിടക്കുവാൻ പോകണം. പ്രൈസ് ദി ലോർഡ്. എത്ര മനസ്സായിരിക്കണം? ഒറ്റ മനസ്സായിരിക്കണം. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് രമ്യപ്പെട്ടുകൊണ്ട് വേണം കിടക്കുവാൻ. രണ്ട് മനസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കിടക്കുന്ന പിശാചായിരിക്കും. പിശാച് വരുന്നത് നിങ്ങളെ നശിപ്പിക്കുവാനാണ്, നിങ്ങളെ കൊല്ലുവാനാണ്. നേരത്തെ മാത്യു പറഞ്ഞില്ലേ, 18 വർഷമായി പരസ്പരം മിണ്ടാത്തൊരു കുടുംബം. തകർച്ചയുടെ വഴിയിലാണ് ആ കുടുംബം. കാരണം എന്താണ്? അവർക്ക് സ്നേഹമില്ല, ഹൃദയത്തിൽ സ്നേഹമില്ല, ഒറ്റ മനസ്സായിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് പിണക്കമുണ്ടായാലും എന്തുണ്ടാകരുത്? പിണക്കമുണ്ടായാൽ എന്തുണ്ടാകരുത്? വാശി ഉണ്ടാകരുത്. ക്ഷമിക്കുവാൻ തയ്യാറാണ്. ആരാണ് ആദ്യം ക്ഷമ ചോദിക്കേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? ആരാ ആദ്യം ക്ഷമ ചോദിക്കേണ്ടത്? കൂടുതൽ സ്നേഹമുള്ള ആളല്ലേ? കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് കൂടുതൽ താല്പര്യമുള്ളയാൾ. അത് ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ. ഞാൻ ഇങ്ങനെ കിടന്നാൽ എൻ്റെ കുടുംബം തകരും എന്ന ബോധ്യം ആർക്ക് ആദ്യം കിട്ടുന്നവോ ആ വ്യക്തി ക്ഷമ ചോദിച്ചുകൊണ്ട് അന്ന് കിടന്നുറങ്ങണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റേ കക്ഷി അയയും വാശി പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സന്തോഷം കിട്ടണമെങ്കിൽ, സംതൃപ്തി കിട്ടണമെങ്കിൽ, നമുക്കിങ്ങനെ ക്ഷമിക്കുവാൻ സാധിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചോദിച്ചു വാങ്ങണം കർത്താവിൻ്റെ പക്കൽ നിന്ന്. അത് നിഷ്കളങ്കമായ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നൊരു കാര്യമാണ്. തോബീത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. തോബീത്ത് 8:7. തോബിയാസ് മനോഹരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ,
ഞാൻ ഇവളെ സ്വീകരിക്കുന്നത്, തൊട്ടടുത്തുണ്ട് ഭാര്യ, ഭാര്യയുടെ പേര് സാറയാണ്. ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല. എന്താ ജഡികാഭിലാഷം എന്ന് പറഞ്ഞാൽ? ഭൗതികമായ ആഗ്രഹങ്ങൾ, സെക്ഷൽ ഡിസയർ മാത്രമല്ല, അവളുടെ ആരോഗ്യം, അവളുടെ സൗന്ദര്യം, അവളുടെ ജോലി, അവളുടെ സമ്പത്ത്, ഇതൊന്നും കണ്ടുകൊണ്ടല്ല ഞാൻ ഇവളെ സ്നേഹിക്കുന്നത്. കാരണം എന്താ? സൗന്ദര്യം നഷ്ടപ്പെടും, പ്രായമാവും സൗന്ദര്യം നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത നിലനിൽക്കുന്ന ഒന്നുണ്ട്. അതെന്താണ്? നിഷ്കളങ്കമായ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. കളങ്കമില്ലാത്ത സ്നേഹം. കളങ്കമുള്ള സ്നേഹമാണ് ലോകത്തിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് ജീവിത പങ്കാളി സ്നേഹിക്കുക എന്നുള്ളത്. കർത്താവ് ഇതൊന്നും ഇല്ല എങ്കിലും, ഞങ്ങൾ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിലാണ് എങ്കിലും, വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഞങ്ങൾ ഒറ്റ മനസ്സോടെ ആ പ്രതിസന്ധിയെ ഞങ്ങൾ നേരിടും. കാരണം എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയോട് കളങ്കമില്ലാത്ത സ്നേഹമാണ്. അവിടെ കുറ്റപ്പെടുത്തലില്ല. നീയാണ് ഇതിന് ഉത്തരവാദി, നീ വന്നതിൽ പിന്നെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ച്, കുറ്റപ്പെടുത്തലില്ല. കാരണം ഒറ്റ മനസ്സാണ്. ആ ഒറ്റ മനസ്സുണ്ടാക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. മനോഹരമായിട്ടൊരു കഥയുണ്ട് ഇത് ചിത്രീകരിക്കുവാനായിട്ട്. ഓ ഹെൻറി എന്ന ചെറുകഥാകൃത്ത് എഴുതിയ കഥയാണ്. ഇത് പ്രസിദ്ധമായൊരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം സിഡ്നി പോർട്ടർ എന്നാണ്. ആ ചെറുകഥയുടെ തലക്കെട്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ മേജായ് എന്നാണ്. ഗിഫ്റ്റ് ഓഫ് ദ മേജായ്. മേജായ് എന്ന് പറഞ്ഞാൽ പൂജ്യ രാജാക്കന്മാരാണ്. ഉണ്ണിയേശുവിനെ വന്ന് ആരാധിച്ച 3 രാജാക്കന്മാർ. അവരുടെ ഗിഫ്റ്റ് എന്താണ് നമുക്കറിയാം. പൊന്ന്, പിന്നെന്താ, കുന്തിരിക്കം, മീറ. യേശുവിന് ഏറ്റവും നല്ല ഗിഫ്റ്റാണ് അവർ നൽകിയത്. ഇതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റ് നൽകണം. ഭാര്യ ഭർത്താവിന് നൽകേണ്ടത് എന്താണ്? ഏറ്റവും നല്ല ഗിഫ്റ്റ്. മേജായി നൽകിയ ഗിഫ്റ്റ് നൽകണം. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെ കഥാപാത്രം, ഭർത്താവിൻ്റെ പേര് ജിം, ഭാര്യയുടെ പേര് ഡെല്ല. ഒരു സാധാരണ കുടുംബക്കാരൻ, ബിലോ ആവറേജാണ്. സാമ്പത്തികമായി വലിയ അതില്ലാതെ ഒരു സാധാരണ കുടുംബമാണ്. ജിമ്മിന് ജോലിയുണ്ട്, പക്ഷേ അത്യാവശ്യം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു വരുമാനമേ ഉള്ളൂ. അയാൾക്ക് അയാളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ, പാരമ്പര്യമായി കിട്ടിയ ഒരു വാച്ചുണ്ട്. നല്ല വാച്ചാണ്. അപ്പനും അമ്മയും വല്യപ്പനും ഉപയോഗിച്ച് ഇങ്ങനെ കൈമാറി വന്ന വാച്ചായതുകൊണ്ട് ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ പഴകി അതിങ്ങനെ തേഞ്ഞ് വളരെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവനിത് ഈ വാച്ച് കിട്ടുമ്പോൾ വലിയൊരു അപകർഷത ബോധം. ആരെങ്കിലും കാണുമ്പോൾ അവനിങ്ങനെ പെട്ടെന്ന് കൈ ഇങ്ങനെ പുറകോട്ട് വയ്ക്കും, ആരും കാണാതിരിക്കാൻ വേണ്ടി. ഇത് ആര് കണ്ടിട്ടുണ്ട്? എല്ലാം കണ്ടിട്ടുണ്ട്. ഇവനിങ്ങനെ ഒരു വിഷമുണ്ടല്ലോ, ഇവനൊരു ചെയിൻ മേടിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഭർത്താവിന് ഏറ്റവും നല്ലൊരു സമ്മാനം കൊടുക്കണമെന്ന് ഭാര്യയുടെ മനസ്സിലുണ്ടാവുകയാണ്. ഭാര്യയ്ക്ക്, ഡെല്ലയ്ക്കാണെങ്കിൽ നല്ല നീളമുള്ള മനോഹരമായ തലമുടിയുണ്ട്. പക്ഷേ ഈ തലമുടി ഒന്ന് ഒതുക്കി വയ്ക്കുവാൻ നല്ലൊരു ക്ലിപ്പ്, മനോഹരമായ ക്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അവൾക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു ചിന്ത ആരുടെ മനസ്സിലുണ്ട്? ജിമ്മിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പരസ്പരം അവർ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്ത. ഭർത്താവ് ചിന്തിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഭാര്യയെക്കുറിച്ചാണ്. ഇപ്പോൾ സാധാരണ കുടുംബങ്ങളിൽ ഭർത്താവ് ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? സ്വന്തം കാര്യം. ഞാൻ വരുമ്പോൾ ഭാര്യ അറ്റൻഷനായിട്ട് നിൽക്കണം, എന്നെ സ്വീകരിക്കണം, ചായ എടുത്ത് തരണം, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പോകാൻ നേരത്തെ എല്ലാം ഷർട്ടും മുണ്ടുമെല്ലാം പാൻസുമെല്ലാം അലക്കി റെഡിയാക്കി തേച്ച് വൃത്തിയാക്കി വെക്കണം, നല്ല കറി ഉണ്ടാക്കണം. ഇതിവിടെ എങ്ങാനും ഒരു അല്പം തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൺട്രോൾ പോകും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? അയാളുടെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. കളങ്കമുള്ള സ്നേഹമാണ്, സ്വാർത്ഥ സ്നേഹമാണ്. പക്ഷേ ഇവിടെ ഭർത്താവ് ചിന്തിക്കുന്ന അയാളുടെ കാര്യത്തെക്കുറിച്ചല്ല. എങ്ങനെ എനിക്കൊരു ചെയിൻ വാങ്ങാമെന്നല്ല ജിം ചിന്തിച്ചത്, എങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ക്ലിപ്പ് വാങ്ങാമെന്നാണ് അയാൾ ചിന്തിച്ചത്. അപ്പോൾ അയാളൊരു വഴി കണ്ടെത്തി. എന്താ? ക്രിസ്മസ് വന്നു, ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അയാളൊരു കാര്യം തീരുമാനിച്ചെന്താ? ഭാര്യയ്ക്ക് നല്ലൊരു ക്ലിപ്പ് വാങ്ങണം, വിലയേറിയ ക്ലിപ്പ് വാങ്ങണമെങ്കിൽ പൈസ ഇല്ല, സേവിങ്സ് ഇല്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? വാച്ച് വിൽക്കുക. അയാൾ വാച്ച് വിറ്റു, മനോഹരമായ ക്ലിപ്പ് വാങ്ങി. ഈ സമയത്ത് ഭാര്യ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ജിമ്മിന്
എങ്ങനെ മനോഹരമായൊരു ചെയിൻ വാങ്ങാം, നല്ല ഗിഫ്റ്റ് കൊടുക്കാം. അവളെന്ത് ചെയ്തു? വേറെ പൈസയൊന്നുമില്ല, എന്ത് ചെയ്തു കാണും? അവളുടെ തലമുടി മുറിച്ച് വിറ്റു. നല്ല മനോഹരമായൊരു ചെയിൻ അവൾ വാങ്ങി. പരസ്പരം പറഞ്ഞിട്ടില്ല കേട്ടോ, സീക്രട്ട് ആയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ക്രിസ്മസ് ഒന്ന് ഡിസംബർ 25 ഇവർ പരസ്പരം കാണുകയാണ്. ജിമ്മ് വരുമ്പോൾ അവൻ്റെ കയ്യിൽ വാച്ചില്ല എന്ന് ഡെല്ല കാണുകയാണ്. ഡെല്ല കാണുകയാണ്. അതുപോലെ ജിമ്മ് അങ്ങോട്ട് നോക്കുമ്പോൾ, ഡെല്ലായുടെ തലയിലേക്ക് നോക്കുമ്പോൾ അവളുടെ തലമുടിയില്ല. അവർ വാങ്ങിച്ച ഗിഫ്റ്റ് പരസ്പരം കൈമാറുവാൻ സാധിക്കുന്നില്ല. പക്ഷേ അവർക്ക് വലിയൊരു സന്തോഷമുണ്ടായി. കാരണം എന്താണ്? ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹമുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നല്ല ഒരു മാതൃകയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച് ഭർത്താവ് ചിന്തിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരു പരാതി ഉണ്ടാവുകയില്ല, പിറുപിറുപ്പുണ്ടാകുകയില്ല, അസ്വസ്ഥതയുണ്ടാകുകയില്ല, കലഹമുണ്ടാവുകയില്ല. നിഷ്കളങ്കമായ സ്നേഹത്താൽ നിറയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മനുഷ്യൻ ഒരിക്കലും ഇത് സാധിക്കുകയില്ല. മനുഷ്യൻ സ്വഭാവത്താൽ തന്നെ സ്വാർത്ഥനാണ്. സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് കളങ്കമില്ലാതെ സ്നേഹിക്കുക എന്നുള്ളത്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഓരോ ഭർത്താവും ഓരോ ഭാര്യയും വ്യക്തിപരമായി എല്ലാ ദിവസവും സ്വന്തം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ ഭാര്യയെ നിഷ്കളങ്കമായി സ്നേഹിക്കുവാൻ, എൻ്റെ ഭർത്താവിനെ നിഷ്കളങ്കമായി സ്നേഹിക്കുവാൻ അങ്ങയുടെ സ്നേഹം എന്നിലേക്ക് ഒഴുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു നദി ഒഴുകുന്നത് പോലെ, നീർച്ചാൽ ഒഴുകുന്നത് പോലെ ക്രിസ്തുവിൽ നിന്ന് ഈ നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നു തരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ സ്നേഹിക്കേണ്ടത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ക്രിസ്തു സഭയെ നിഷ്കളങ്കമായി സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായും ഭാര്യയ്ക്ക് കൊടുക്കണം, ഭാര്യ പൂർണ്ണമായും ഭർത്താവിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് സമയമില്ല. കാരണം 2 ഷിഫ്റ്റാണ്. രാവിലെ പോകുന്നു, ഒരാൾ രാത്രിയിൽ പോകുന്നു, വേറൊരാൾ പകൽ പോകുന്നു. വൈകുന്നേരം വന്നാലും സമയമില്ല. കുടുംബ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ ലണ്ടനിലായിരിക്കും, ഓസ്ട്രേലിയയിലായിരിക്കും. അപ്പോൾ നമ്മളിവരെ വിളിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയും അല്ലേ? നാട്ടുവിശേഷങ്ങൾ, വീട്ടുവിശേഷം, അയൽപക്കത്തെ വിശേഷവും രാജ്യത്തെ വിശേഷം ഒക്കെ പറയും. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യണം. 1 മിനിറ്റ് എന്ത് ചെയ്യണം? മക്കളെ വിളിക്കുമ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വചനം ഏറ്റുപറഞ്ഞ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഫോൺ വിളി അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബം ഒരിക്കലും, നിങ്ങളുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ദൈവവചന പ്രകാരം പറയുന്നു, യെശയ്യ 4:6, യെശയ്യയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. കർത്താവിൻ്റെ മഹത്വം ഓരോ കുടുംബത്തിൻ്റെയും, പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും മുകളിൽ ഒരു വിധാനമായി, ഒരു കൂടാരമായി നിലകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സംരക്ഷണം അവിടെ ഉണ്ടാകും. വീണ്ടും പറയുന്നു, അത് പകൽ തണൽ നൽകും. ജീവിതത്തിൽ പകലിൻ്റെ അനുഭവങ്ങൾ, കൊടും ചൂടിൻ്റെ അനുഭവങ്ങൾ, പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രാർത്ഥിക്കുന്നൊരു കുടുംബമാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും, അവിടെ തണലുണ്ടാകും, അവിടെ ഒരിക്കലും തളർച്ചയുണ്ടാവുകയില്ല. വീണ്ടും പറയുന്നു, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ
ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തുവിൻ്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു കുടുംബം ഒരിക്കലും തകരുകയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ വരുമാന മാർഗങ്ങളും കർത്താവിന് ചേർന്നതായിരിക്കണം. ദൈവം ഒരു കുടുംബത്തെ അനുഗ്രഹിക്കണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളും ദൈവത്തിന് പ്രീതികരമായിരിക്കണം. സത്യസന്ധമായ രീതിയിൽ വരുമാനമുണ്ടാക്കുന്ന ഒരു കുടുംബത്തെ മാത്രമേ ദൈവം ആത്യന്തികമായി അനുഗ്രഹിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധിക്കുക. തോബിത്തിന്റെ പുസ്തകം 4:6. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഐശ്വര്യമാണ്, അനുഗ്രഹമാണ്, വളർച്ചയാണ്. ഇപ്പോഴുള്ള അനുഗ്രഹം, ഐശ്വര്യം തലമുറകളിലേക്ക് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനെന്ത് ചെയ്യണം? സത്യനിഷ്ഠമായിട്ട് ജീവിക്കണം. തെറ്റായ മാർഗത്തിലൂടെ പണമുണ്ടാക്കിയാൽ അതൊരിക്കലും നിലനിൽക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല, തലമുറയ്ക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സമ്പത്ത് ആർജിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലിരുന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ആ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിന് പ്രീതികരമായി തീരണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ. വീണ്ടും നമുക്ക് ഈ സമ്പത്തിനോട് എല്ലാ മനുഷ്യർക്ക് ആർത്തിയുണ്ട് അല്ലേ? സമ്പത്തിനോട് വലിയൊരു ആസക്തിയുണ്ട്. ഈ ആസക്തി ഇല്ലാതാകാനുള്ളൊരു മാർഗം വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അത് നമ്മുടെ സമ്പത്ത് പങ്കുവെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമ്മുടെ ഭാരങ്ങൾ പങ്കുവെക്കുന്നത് പോലെ നമ്മുടെ സമ്പത്ത് ദൈവവുമായി പങ്കുവെക്കണം. ആരുമായിട്ട് പങ്കുവെക്കണം? ദൈവവുമായിട്ട് പങ്കുവെക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1,00,000 രൂപയുണ്ട് എങ്കിൽ അതിൻ്റെ 10% അത് കിട്ടുമ്പോൾ ദൈവത്തിനായിട്ട് മാറ്റിവെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരാൾ പറയാണ്, എനിക്ക് ഈ പറഞ്ഞ 1,00,000 രൂപയില്ല, 100 രൂപയേ ഉള്ളൂ. എന്ത് ചെയ്യണം? 100 രൂപയുള്ളെങ്കിൽ എന്ത് ചെയ്യണം? 10 രൂപ മാറ്റിവെക്കണം. അതിന് വചനമുണ്ട്. തോബിത്തിന്റെ പുസ്തകം 4:8. തോബിത്തിന്റെ പുസ്തകം 4:8 പറയുന്നു, കുറച്ചേ ഉള്ളൂ എങ്കിൽ, 100 രൂപയേ ഉള്ളൂ എങ്കിലും എനിക്കിതേ ഉള്ളല്ലോ, എനിക്ക് കൊടുക്കാനില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കുറച്ചേ ഉള്ളുവെങ്കിലും അതനുസരിച്ച് ദാനം ചെയ്യുവാൻ മടിക്കരുത്. നിനക്ക് ഉള്ള സമ്പത്ത് ദൈവമാണ് നൽകിയത്. അത് ഉണ്ടാക്കുവാനുള്ള ആരോഗ്യം ദൈവമാണ് നൽകിയത്. അധ്വാനിക്കുവാനുള്ള ആയുസ് ദൈവമാണ് നൽകിയത്. അതുകൊണ്ട് നീ നിന്റെ സമ്പത്ത് ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എങ്ങോട്ട് കൊണ്ടുവരണം? ഒരു സ്റ്റോർ ഹൗസ് ഉണ്ടാക്കണം. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ദൈവം പറയുകയാണ്, അപ്പോൾ ഞാൻ സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. ഒരു കുടുംബത്തിന് അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി സമ്പത്ത് ദൈവവുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശാലോം ശുശ്രൂഷ യാതൊരു പരസ്യവുമില്ലാതെ, ടെലിവിഷനുണ്ട്, മാസികയുണ്ട്, പത്രമുണ്ട്, അനേക മാസികകളുണ്ട്, പത്രമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഈ കലവറയുള്ളത് കൊണ്ടാണ്. ശാലോം പീസ് ഫെലോഷിപ്പ് എന്ന കലവറ, അതിലേക്ക് ഉള്ളവനും ഇല്ലാത്തവനും, ഉള്ളായ്മയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും, 100 ഉള്ളവൻ 10, 1000 ഉള്ളവൻ 100, അങ്ങനെ പങ്കുവെച്ച് ഈ കലവറയുള്ളത് കൊണ്ടാണ്, SPF ശാലോം പീസ് ഫെലോഷിപ്പ് എന്ന ഈ കലവറയുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ അതിമനോഹരമായി ഈ മാധ്യമ ശുശ്രൂഷ ചെയ്യുവാൻ ശാലോമിന് സാധിക്കുന്നത്. എത്രയോ പേര് കർത്താവിനെ അറിയുന്നുണ്ട്, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്, എത്രയോ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച വ്യക്തികൾ അത് മാറി കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ഈ രാത്രിയിൽ തീരുമാനമെടുക്കുക, ഞാൻ എനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ 10% ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. തീരുമാനമെടുത്ത് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, നമ്മൾ ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്ന നമ്മൾ പാവങ്ങൾക്കും കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാം,
പാവപ്പെട്ടവന് കൊടുക്കുക. അതിനെക്കുറിച്ച് പറയും 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. തോബിത്തിൻ്റെ പുസ്തകമാണ്. 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ദാനധർമ്മം അത്യുന്നതിൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ ഒരു കാഴ്ചയാണ്. പാവപ്പെട്ടവന് കൊടുക്കുന്നത്, ദാനധർമ്മം ചെയ്യുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചേർന്ന് നടക്കും. നേരത്തെ മാത്യു പറഞ്ഞു, ജീവിക്കുന്നവനാണ് കർത്താവ്. കർത്താവ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ ഞാൻ കർത്താവിനോട് ചേർന്നാണ് ജീവിക്കുന്നത് എങ്കിൽ നിശ്ചയമായും ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. തീരുമാനമെടുത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട് എന്ന് തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും കർത്താവെ, നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കുറവ് എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും സ്വാർത്ഥതയോടെ ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ സുഖമന്വേഷിക്കണം ജീവിത പങ്കാളി എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നു. പല പ്രശ്നങ്ങൾക്കും കലഹത്തിൻ്റെയും കാരണം, അടിസ്ഥാന കാരണം കർത്താവെ എൻ്റെ സ്വാർത്ഥതയാണ് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, പലപ്പോഴും എൻ്റെ തിരക്ക് മൂലം എൻ്റെ ജീവിത പങ്കാളിയെ ശ്രദ്ധിക്കുവാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കർത്താവെ, പലപ്പോഴും ഭാരങ്ങൾ ഷെയർ ചെയ്യാതെ ഞാൻ പോയിട്ടുണ്ട്, അവളെ അവഗണിച്ചിട്ടുണ്ട്. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങേക്ക് പ്രാധാന്യം നൽകാതെയാണ് ഞാൻ ജീവിച്ചത്. കർത്താവെ, ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുമെങ്കിലും എൻ്റെ കുടുംബത്തിൽ കർത്താവെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. കർത്താവെ, അങ്ങേ ആദരിക്കുന്നൊരു കുടുംബമായി എൻ്റെ കുടുംബത്തെ ഈ രാത്രിയിൽ മാറ്റണമേ. കർത്താവെ, അവിടുന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ ഒരു വിധാനമായി കൂടാരമായി എന്നെന്നും നിലകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പകല് തണലായിട്ട്, കൊടുങ്കാറ്റിൽ ആശ്വാസമായിട്ട്, അഭയമായിട്ട് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് നൽകിയ സമ്പത്ത് അത് പങ്കുവയ്ക്കുവാൻ, വിട്ടുകൊടുക്കുവാനുള്ള കൃപ നൽകണമേ. ദൈവമേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വിലയേറിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുന്നു. അവിടെ നൽകിയ സന്ദേശത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു നിമിഷം ശാന്തമായിട്ട് നമുക്ക് നിൽക്കാം. ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കാം. കർത്താവെ, നിഷ്കളങ്കമായൊരു സ്നേഹം എനിക്ക് നൽകണമേ. കർത്താവെ, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം ഇതെല്ലാം പങ്കുവയ്ക്കുവാൻ കർത്താവെ നിസ്വാർത്ഥത എനിക്ക് നൽകണമേ. നിസ്വാർത്ഥമായ സ്നേഹം നൽകി എന്നെ ഒരു പുതിയ വ്യക്തിയായി, ദൈവ മകനായി, ദൈവമകളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈശോയെ സ്തോത്രം. കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്തുതിയും ആരാധനയും അങ്ങേക്ക് സമർപ്പിക്കുന്നു.